കിഡിലൻസിന്റെ പുതിയൊരു കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഒബ്ലാക്ക് ബോൾ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെന്റും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെള്ളം വേണം, പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ അത് മിക്സ് ചെയ്യാനൊരു സ്പൂൺ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോൺഫ്ലവർ എടുക്കാം, പൊട്ടിച്ചെടുക്കാം. ഇത് പേപ്പറായിരുന്നു, ഞാൻ ഈ അലുമിനിയം ഫോയിൽ കണ്ടപ്പോൾ അത് വിചാരിച്ചു ഇതാണ്. ഇത്ര മതി. നമ്മൾ കുറച്ചീശ വെള്ളം ഒഴിച്ചിട്ടാണ് ശരിക്കിത് മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് പതുക്കെ കുറച്ച് കളർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കളർ പൊടി ഇട്ട് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പൊടിയുടെ ഒപ്പിട്ട് മിക്സ് ചെയ്യുക. ഇതിനിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് പതുക്കെ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്താൽ മാത്രമാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഇപ്പോൾ തന്നെ ഇവിടെ കളറ് കയറി വരുന്നുണ്ട്. ഇത് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കുള്ളൂ. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ വളരെ മെല്ലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും. ഒബ്ലാക്ക് ഇവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അതിന് കാരണം ഇത് നല്ല സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സോളിഡ് പരുവമാകുകയും അഥവാ സോഫ്റ്റ് ആണെങ്കിൽ ഇതൊരു ലിക്വിഡായി മാറുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ സ്പൂണിട്ട് നന്നായി കുത്തുമ്പോൾ ജസ്റ്റ് ഒരു വൈബ്രേഷൻ വരുന്നുള്ളൂ, സ്പൂൺ പതുക്കെ ഇറങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതേസമയം മെല്ലെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പോകും. അതായത് എത്രത്തോളം സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു ആ ഒരു സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിൽ നമ്മളുടെ ആ ഒരു സംഭവം ഇറങ്ങിപ്പോകില്ല, ഇത് സോളിഡ് ആയിരിക്കും. അതേസമയം ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്ട്രെസ് പിന്നീട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് ഫ്ലൂയിഡായിട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ ഒരു സ്വഭാവം എടുക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു കമ്പെടുത്ത് കുത്താണ്. താന്നു പോയില്ല. ഇതാണ് ഒബ്ലാക്ക്. ഇനി ഞാൻ ഇതിലേക്ക് കൈ കടത്താൻ പോവാണ്. നോക്കിക്കോ. നമ്മളുടെ ഒബ്ലാക്ക് വെച്ചിട്ട് വേറെ 2-3 എക്സ്പെരിമെൻറ്റും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒബ്ലാക്ക് ഞാൻ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പാത്രം തന്നെ. പിന്നെ ഒരു ചെപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെപ്പിക്ക് ഞാൻ ഇത് നേരത്തെ കണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു ചെപ്പ് പതുക്കെ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഈ ചെപ്പ് പൊന്തിച്ചെടുക്കാൻ പോവാണ്. നോക്കുക, പൊന്തിക്കാൻ പോവാണ്. ഇത് നമ്മളുടെ ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ ഒബ്ലാക്കിൻ്റെ ഒബ്ലാക്ക് മെറ്റീരിയൽ ഈ ഒരു കോൺഫ്ലവർ ഉപയോഗിക്കാതല്ലാതെ റിയൽ ലൈഫിൽ ഒബ്ലാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കും. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഒബ്ലാക്ക് ഒഴിക്കുന്നു. ഇത് നല്ല ടൈറ്റായിട്ടാണ് ഈ ഒരു സംഭവം പോകുന്നത് കേട്ടോ. ഈ ഒരു സാധനം ഇവിടെ വെച്ച് ഈ ഒരു ഇത് കെട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് എൻ്റെ കയ്യിൽ വെച്ചു. ഇനി ഇതുമൊക്കെ അടിക്കാൻ പോവാണ്. കണ്ടോ? അയ്യോ, ഇത് പൊട്ടിപ്പോയി. ഒന്നുകൂടി കയ്യിൽ വെച്ചിട്ട്
അടിക്കുവാണെങ്കിൽ ഈ നമ്മളുടെ ഇതിൻ്റെ ഫുൾ പവർ ഇത് തന്നെ എടുക്കും. ബട്ട് നമ്മളുടെ കൈക്ക് വേദന. ഈ കവറ് പൊട്ടിയതായി, ബട്ട് എൻ്റെ കൈക്ക് ഒരു ഇതും ഉണ്ടായില്ല. അതാണ് ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ഇതാവും. നമുക്ക് ഇത് കൈക്കാക്കാം. ഇത് വെച്ച് പിന്നെ ചെറുതായിട്ട് ബോളൊക്കെ ഉരുട്ടി നോക്കി നോക്കാം നമുക്ക്. ദേ ബോളായി. ദേ കയ്യിലിപ്പോൾ ഒരു കുഞ്ഞൊരു ബോളുണ്ട്. നല്ല ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു ബോൾ പൊട്ടാണ്ടിരിക്കുള്ളൂ. ഇനി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുഴപ്പം. കിഡിലൻസിൻ്റെ ഈ ഒരു കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ആയിട്ട് കൊടുക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.